കാറ്റൊന്നു വീശിയാൽ കുളത്തൂപ്പുഴ മരുതിമൂട് ബ്ലോക്ക് നമ്പർ 12 ആളുകളുടെ ഉള്ളാണ് ഉലയുക. കാരണം തലയ്ക്കു മുകളിൽ നിൽക്കുന്ന മരണഭീതിയാണ്. കാലപ്പഴക്കം കൊണ്ട് ജീർണിച്ച കൂറ്റൻ മരങ്ങൾ ഏതു സമയവും കടപുഴകാം. ജീവനു വേണ്ടി അധികാരികളുടെ മുന്നിൽ കേണിട്ടും പണമില്ലാത്തതുകൊണ്ട് മരണം മുന്നിൽ കണ്ടുറങ്ങേണ്ടി വരുന്ന കാടിൻ്റെ മക്കളുടെ ദുരവസ്ഥ. അധികാരികളെ കണ്ണു തുറക്കൂ എന്നു മാത്രമേ പറയാനുള്ളൂ. ഈ 3-4 പൊടിക്കറ്റങ്ങളെ കൊണ്ട് രാത്രി എങ്ങോട്ടോ ഓടുന്നേ? എങ്ങോട്ട് പോകണമെന്നറിയാം. ഈ വയ്യാത്ത ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകണം? ഈ കൊച്ചുങ്ങളെല്ലാം പോയി രക്ഷപ്പെട്ടാലും ഞാൻ രക്ഷപ്പെടില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അവർ ഓടിക്കയറുമ്പോൾ എന്നെ കൊണ്ട് കയറാൻ നോക്കുമോ? സർക്കാരിൻ്റെ അടുത്ത് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇത് മുറിച്ച് തന്നാൽ മതി. എനിക്ക് വീട്ടിൽ കിടന്ന് ഒന്ന് ഉറങ്ങി തികച്ച് കണ്ണടഞ്ഞാലും വേണ്ടിയില്ല. കൊല്ലം കുളത്തൂപ്പുഴ മരുതിമൂട് ബ്ലോക്ക് നമ്പർ 12 15ഓളം കുടുംബങ്ങളുടെ അവസ്ഥയാണിത്. വനത്തോട് ചേർന്ന് താമസിക്കുന്ന 15ഓളം കുടുംബങ്ങളാണ് വനാതിർത്തിയിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങൾ വീടിന് മുകളിലേക്ക് ഒടിഞ്ഞു വീഴാൻ തുടങ്ങിയതോടെ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിൽ തുടരുന്നത്. സർക്കാർ നൽകിയ വസ്തുവിനും വീടിനോടും ചേർന്ന് വനാതിർത്തിയിൽ നിൽക്കുന്ന കൂറ്റൻ മരങ്ങളാണ് വലിയ കാറ്റും മഴയും വരുമ്പോൾ വീടുകളുടെ മുകളിലേക്ക് ഒടിഞ്ഞു വീണ് വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നത്. തലനാരിഴയ്ക്കാണ് ഇവരിൽ പലർക്കും ജീവൻ തിരികെ കിട്ടിയിട്ടുള്ളത്. മരണഭയം കൊണ്ട് രാത്രികാലമാകുമ്പോൾ റോഡിനോട് ചേർന്നുള്ള ബന്ധുവീട്ടിലും അയൽവീടുകളിലും അഭയം തേടുകയാണ് ഇന്നിവിടുത്തുകാർ. ഉന്നത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്തിനും കളക്ടർക്കും ഉൾപ്പെടെ വർഷങ്ങളായി നിരവധി പരാതി നൽകിയെങ്കിലും യാതൊരു പരിഹാരവും നാളിതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും നാളായിട്ട് പലരും വരുന്നുണ്ട്, പോകുന്നുണ്ട്, മുറുക്കി തരാൻ കോട്ടേഴ്സിന് ഫോറസ്റ്റുകാരും വരുന്നുണ്ട്. വന്ന് അളക്കുന്നു, പോകുന്നു, സ്ഥലത്തിൻ്റെ വീതി എടുക്കുന്നു, മരത്തിൻ്റെ വണ്ണം എടുക്കുന്നു. ആ വരുന്ന പോയെന്ന അല്ലാതെ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാനില്ല. ഒരു ദിവസത്തിൽ കിടന്ന് ഉറങ്ങണമെങ്കിൽ മുറ്റത്തിൽ മേളി അയ്യത്ത് തീർക്കണം. അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വൻമരങ്ങളുടെ ശിഖരങ്ങൾ മുറിക്കാൻ ഈ പ്രദേശത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾ പണം നൽകുകയാണെങ്കിൽ ബാക്കി ചെലവ് കൂടി വനം വകുപ്പ് വഹിച്ച് മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നൽകാമെന്നുള്ള മറുപടിയാണ് ചില വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. പഞ്ചായത്തിൽ പഞ്ചായത്തുകാർ പറഞ്ഞത് നിങ്ങൾ പൈസ ഇടാന്നുണ്ടെങ്കിൽ മുറിച്ചു തരാമെന്ന്. ഇവിടുത്തെ സാറന്മാരും വന്ന് പറയുന്നത് നിങ്ങൾ പൈസ ഇടാന്നുണ്ടെങ്കിൽ മുറിച്ചു തരാമെന്ന്. നമ്മളെവിടെ പോയി എടുക്കും? ഈ തൊഴിലുറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നോക്കിയെങ്കിലേ അറിയത്തുള്ളൂ. അത്താഴപ്പട്ടിണിയാണ്. അഞ്ചൽ റേഞ്ചിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോടാണ് ഈ അമ്മമാർ നിങ്ങളുടെ മുന്നിൽ വന്നത് മരം മുറിച്ച് കാശുണ്ടാക്കി നൽകണമെന്ന ആവശ്യവുമായല്ല. ഈ കൂരയിൽ ഒരു ദിവസമെങ്കിലും സമാധാനമായി അന്തിയുറങ്ങാൻ അവസരമൊരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അപകട ഭീഷണിയിലായ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് ആ ആവശ്യത്തിന് മുന്നിൽ മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ സമീപനത്തിന് സമൂഹം മാപ്പ് നൽകില്ല. കൊല്ലത്തുനിന്ന് ആറരുൺ രാജ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.